എല്ലാവർക്കും നമസ്കാരം. കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് ജില്ല സമ്മേളനത്തോടനുബന്ധിച്ചും എക്സ്പോയോടനുബന്ധിച്ചും വിളിച്ചുചേർത്ത പത്രസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പത്രസമ്മേളനത്തിന് മുമ്പ് നമ്മുടെ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന മരിച്ചുപോയവരും ശേഷിക്കുന്നവരും ഒക്കെ കഷ്ടപ്പെടുന്നവരൊക്കെ അവർക്ക് വേണ്ടി ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആദ്യമായിട്ട്. ഞാൻ ജോഹർ ടാംടൺ, KTGA ജില്ലാ പ്രസിഡന്റാണ്. എന്നോടൊപ്പം ഉള്ളത് സിറാജ് സെക്രട്ടറി, ബാപ്പുവാജി ട്രഷറർ, വൈസ് പ്രസിഡന്റ് പ്രസന്നകുമാർ, ജോയിന്റ് സെക്രട്ടറി രാമമൂർത്തി, കോഴിക്കോട് ജില്ലാ സിറ്റി പ്രസിഡന്റ് ഷഫീഖ് പട്ടാൻ. ഈ വരുന്ന ഓഗസ്റ്റ് 12, 13 തീയതികളിലാണ് നമ്മുടെ ഈ ഒരു സമ്മേളനവും ട്രേഡ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ നിർവഹിക്കുന്നതാണ്. നമ്മുടെ എക്സ്പോയുടെ ഉദ്ഘാടനം ശ്രീമതി ഡോക്ടർ ബീന ഫിലിപ്പ് കോർപ്പറേഷൻ മേയർ നിർവഹിക്കുന്നതാണ്. അത് 12-ാം തീയതിയാണ്. 13-ാം തീയതി വൈകിട്ടുള്ള സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി വരുന്നത് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ആണ്. അതോടൊപ്പം സംസ്ഥാന KTGA എല്ലാ നേതാക്കളും വരുന്നുണ്ട്. കാരണം ഇതൊരു സുപ്രധാന ഒരു സംരംഭമായിട്ടാണ് എല്ലാവരും കാണുന്നത്. സംരംഭം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമ്മേളനമാണ് KTGA സംബന്ധിച്ചിടത്തോളം. KTGA സ്ഥാപിതമായിട്ട് ഏകദേശം 40 വർഷത്തിലേറെയായി. പക്ഷേ കോവിഡിന് മുമ്പൊക്കെ നമ്മൾ എറണാകുളം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ എറണാകുളത്ത് മീറ്റിംഗ് കൂടും, മന്ത്രി തലത്തിലും മറ്റുള്ള എല്ലാ തലത്തിലും നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. അത് അശാസ്ത്രീയമാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അത് പിൻവലിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. കോവിഡിന് ശേഷം പിന്നെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ വ്യാപാരികളൊക്കെ തുണി വ്യാപാരികൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരവസ്ഥ വന്നു. കാരണം വളരെയധികം എല്ലാവരും പ്രതിസന്ധിയിലായി. പ്രശ്നങ്ങൾ എങ്ങോട്ട് പോകണം, ആരോട് ചോദിക്കണം എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴേ എല്ലാ ജില്ലകളിലും ജില്ലാ നേതൃത്വം, അതായത് ഒരു മാനേജിംഗ് കമ്മിറ്റി ജില്ലയിലുണ്ടാവണം. അതിനനുസരിച്ച് താഴെത്തട്ടിലൊക്കെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ജില്ലകൾ തോറും KTGAയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും രൂപീകരിക്കുകയായിരുന്നു. അപ്പം എല്ലാ ജില്ലകളിലും ഇപ്പോൾ സമ്മേളനം നടന്നു വരികയാണ്. നമ്മുടെ ഈ കോവിഡ് കാലത്ത് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പം അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനത്തിനും ഈ ഒരു എക്സ്പോ വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം താഴെത്തട്ടിലുള്ള എല്ലാവർക്കും ബിസിനസ് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ലക്ഷ്യം തന്നെ. സമ്മേളനത്തിൻ്റെതും ഈ എക്സ്പോയുടെ ലക്ഷ്യം തന്നെ എല്ലാ വ്യാപാരികൾക്കും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവണം. വെറും ഒരു കുത്തക മേഖലയിൽ മാത്രം ഒരു ബിസിനസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാടിന് തന്നെ ദോഷം തന്നെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. എക്സ്പോയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സ്പോയിൽ മാനുഫാക്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ ഹോൾസെയിലേഴ്സ് ഉണ്ടാവും, ഡീലേഴ്സ് ഉണ്ടാവും. അവരുടെ പുതിയ പുതിയ പ്രോഡക്ട്സ് അവർക്ക് ശരിക്കും ഡയറക്റ്റ് നമ്മളുടെ എല്ലാ റീറ്റെയിലേഴ്സിനും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലെ ഇതിന് മുമ്പ് ഒരു സംരംഭം ഉണ്ടായിട്ടില്ല. അപ്പൊ അവരുടെ ബിസിനസ് വളരാനും ഇവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഉത്പാദനം കുറച്ചും കൂടെ വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സംരംഭമാണ്. അതുകൂടാതെ തന്നെ നമ്മളുടെ കേരളത്തിൽ ഒരുപാട് മാനുഫാക്ചേഴ്സ് ഇപ്പം വളർന്നു വരുന്നുണ്ട്. അവർക്കും കൂടി ഒരു പ്രചോദനമാണ് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാകുന്നത്. ഡയറക്റ്റ് നമ്മൾ റീറ്റെയിലേഴ്സിനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. ഇതിൽ ടെക്സ്റ്റൈൽ ഇല്ലാതെ വേറെ ആരും ഈ സ്റ്റോളുകളിൽ ഓക്യുപ്പൈ കൊടുക്കുന്നുമില്ല. കാരണം ടെക്സ്റ്റൈൽ മേഖല വളരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മുടെ സംഘടന സംബന്ധിച്ചിടത്തോളം വെറും ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം അല്ല, സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊരു തുണി കൊണ്ടൊരു തണൽ എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട്. അതിന്റെ എല്ലാ ജില്ലകളിലും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം പ്രളയം ബാധിച്ച സമയത്ത് ഞങ്ങളൊരു ഡിപ്പോ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ത് തുണി ആവശ്യം വന്നു കഴിഞ്ഞാലും ഞങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഭാഗ്യവശാലോ എന്താണെന്ന് അറിയില്ല, ഒരുപാട് വസ്ത്രങ്ങൾ അവിടെ എക്സസ് ആയിട്ട് അവിടെ വരികയും മോശപ്പെട്ട വസ്ത്രങ്ങളൊക്കെ എത്തി എന്നുള്ളത് ഒരു ദുഃഖ യാഥാർത്ഥ്യമാണ് നമുക്കുള്ളത്. അതിനി തിരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റൈൽ അസോസിയേഷൻ ഇനി ഇങ്ങനെ എന്തെങ്കിലും സന്ദർഭങ്ങൾ വരുമ്പോഴും
അത് ഞങ്ങളെ സമീപിക്കാൻ വേണ്ടിയിട്ട് എത്ര വസ്ത്രങ്ങളാണെങ്കിലും ശരി സമീപിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആയിരത്തിൽ ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവർക്കും പൊതുജനങ്ങൾക്കൊക്കെ തന്നെ അതിനൊരു തണൽ, അതായത് തുണി കൊണ്ടൊരു തണൽ എന്നുള്ളൊരു പദ്ധതി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ദുരിതം അനുഭവിച്ച അവരുടെ കുടുംബത്തിനൊക്കെ തന്നെ നമ്മളൊരു സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ എക്സ്പോയിലൂടെയും നമുക്ക് എന്തെങ്കിലും ഒരു വിഹിതം അവർക്ക് കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ എക്സ്പോ സാധാരണഗതിയിൽ B2B ആണ്. സാധാരണ ഓരോ ഒരു പീസ് എടുക്കുന്ന ആളുകൾക്കെല്ലാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എക്സ്പോയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും അതിലുപരി ബോംബെ, അഹമ്മദാബാദ്, സൂറത്ത്, കൽക്കട്ട, ഡൽഹി, ഇൻഡോർ, അമരാവതി ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നല്ല നല്ല പാർട്ടീസ്, കോഴിക്കോട്, അതല്ല അതിലുപരി കേരളത്തിലെ മുഴുവൻ കച്ചവടക്കാർക്കും പർച്ചേസ് ചെയ്യുവാനും അതിലുപരി അവർക്ക് നല്ല പ്രോഡക്റ്റുകൾ റീസണബിൾ പ്രൈസിൽ. എക്സ്പോർട്ട് പ്രത്യേകത തന്നെ അവിടുന്ന് ആര് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ വളരെ സാധാരണഗതിയിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഫാക്ടറി വിലയിലാണ് സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്. അതേപോലെ തന്നെ എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് B2B ബിസിനസ് ആണ്. ഹോൾസെയിലേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ മാനുഫാക്ചറിങ് ആളുകൾ, അതേപോലെ ഏജൻസികൾ കാണാനും, അതേപോലെ തന്നെ മോട്ടിവേഷൻ എങ്ങനെയായിരിക്കണം നമുക്ക് GST ഫയൽ ചെയ്യേണ്ടത്, അതിലുപരി എങ്ങനെയാണ് കുടുംബവും അതേപോലെ തന്നെ ബിസിനസ്സും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനത്തെ മുഖ്യ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു അവസരമാണ് ശരിക്കുന്നത്. ഈ 2 ദിവസത്തെ പ്രോഗ്രാമും 100% ഫ്രീ ആയിട്ടാണ് അതിന്റെ പെർമിഷൻ ഉള്ളത്. അതിലുപരി നമുക്കറിയാം അവിടെ കൾച്ചറൽ പ്രോഗ്രാമുകളുണ്ട്. എല്ലാം കാണാനും അതിലുപരി ഇതേപോലുള്ള ഒരുപാട്, ഞാൻ നേരത്തെ പ്രസിഡന്റ് ജോർജ് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് 10 വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ നമ്മൾ എല്ലാ ജില്ലയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു നല്ല ദിവസം നിർത്തുന്നു. നന്ദി, നമസ്കാരം.